ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ പുതിയൊരു കിട്ടിലൊരു തമിഴ് മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആക്ഷൻ മൂവിയാണ്. ഏത് മൂവി എന്നല്ലേ, ബ്ലാസ്റ്റ് എന്ന് പറയുന്ന മൂവിയാണ്. അർജുൻ സർജര നല്ലൊരു കിട്ടിലൊരു ഫൈറ്റ് പടം, കരാട്ടെ. സോ എങ്ങനെയുണ്ടെന്നറിയണ്ടേ മൂവി നല്ല സൂപ്പർ ഇടിപ്പടം. ഇടിയെന്ന് വെച്ചാൽ നാടൻ തല്ലല്ല, കരാട്ടെ. അതാണ് ഈ ഒരു മൂവിയുടെ തീമെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറി, നല്ല മേക്കിംഗ്, നല്ല കുറേ സംഭവങ്ങളുണ്ട്. മെയിൻലി കരാട്ടയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. ഒരു സാധാരണ ഫൈറ്റ് പടമല്ല, കരാട്ടെ ബേസ് ചെയ്തിട്ടുള്ള ഫൈറ്റ് പടമാണ്. നല്ലൊരു കിട്ടില്ല മൂവിയാണ്. സോ ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണ് ഈ മൂവി പോകുന്നതെന്ന് വെച്ചാൽ, ഇതൊരു ഫാമിലി തീമിൽ വരുന്ന മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസിനും വളരെയധികം ഇഷ്ടപ്പെടും. നമുക്ക് കുട്ടികളെ കൊണ്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും ധൈര്യമായിട്ട് പോയിരുന്നു കാണാം. ഒരു വൾഗാരിറ്റിയും ഇല്ല. നല്ല ക്ലീൻ പടം. ഒരു ഫൈറ്റ് പടമാണ്, ബട്ട് മൂവി ക്ലീനാണ്. വേറെ ഫൈറ്റ് ആണെങ്കിലും വയലൻസ് സംഭവങ്ങളൊക്കെ അധികമൊന്നുമില്ല. ചെറിയ ഫൈറ്റ് അങ്ങനത്തെ ഒരു സംഭവമുള്ളൂ. അല്ലാതെ ബ്ലഡ് ഷെഡും അങ്ങനത്തെ ഒരു സംഭവമില്ല. സോ അതുകൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ടുപോയിരുന്നു കാണാം, ഫാമിലി ആയിട്ടും പോയിരുന്നു കാണാം. അങ്ങനത്തെ ഒരു പടം. ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഒരു ഫാമിലി കാണിക്കുന്നു, ആ ഫാമിലിയെ പറ്റിയുള്ള സ്റ്റോറി വരുന്നു. അങ്ങനത്തെ ഒരു ഇതിൽ പോകുന്നൊരു ഫസ്റ്റ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ സ്റ്റോറി ഇങ്ങനെ ബിൽഡായി വരുന്നുണ്ട്. അതിലെ വില്ലനാണെങ്കിൽ പോലും ആ ഒരു ഫസ്റ്റ് ഹാഫിലാണ് അത്യാവശ്യം. ആ ഒരു സെക്കൻഡ് ഹാഫിൽ കൊടുക്കാനുള്ള 5 സംഭവങ്ങൾ ഫസ്റ്റ് ഹാഫിൽ എടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു വില്ലനിസം വരുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റാണ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. സോ അതിലാണ് അർജുൻ സർജ ആൻഡ് ഫാമിലി ഇൻക്ലൂഡ് ആവുന്നതും. സോ നല്ലൊരു ഫസ്റ്റ് ഹാഫ്, നമുക്ക് എക്സൈറ്റിങ്ങും എൻഗേജിങ്ങും ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ പീക്ക് ലെവൽ കരാട്ടെ ഫൈറ്റ് സീന് വരുന്ന ഒരു സെക്കൻഡ് ഹാഫാണ്. സോ സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ഫാസ്റ്റ് പേസിൽ മൂവ് ചെയ്യുന്നതാണ്. കാരണം അത്യാവശ്യം നല്ല ഫൈറ്റ് സീൻസും എല്ലാം ഉണ്ട്. ഇതിൽ ഒരാളല്ല ഫൈറ്റ് ചെയ്യുന്നത്, ഇതിൽ 3 പേര്, ഒരു ഫാമിലിയോട് ഫൈറ്റ് ചെയ്യുന്നത്. അല്ല നാടൻ തല്ലല്ല, അത് നോട്ട് ചെയ്യണം. സോ മൂവി പെർഫെക്റ്റ് ആണ്. എനിക്ക് ഔട്ട് ഓഫ് 5 ഞാൻ ഏകദേശം കൊടുക്കുന്നത് ഒരു 4.4 ഞാൻ കൊടുക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി മൂവി. സ്റ്റോറി കൊള്ളാം, ഫൈറ്റ് സീക്വൻസസ് ഉണ്ട്, സ്റ്റോറി ഉണ്ട്, ഫൈറ്റ് സീക്വൻസസ് ഉണ്ട്, നല്ല മേക്കിംഗ് ആണ്, കഥ നല്ല ഫ്ലോയിലാണ്. നല്ലൊരു ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്, ഒരു ഹാപ്പി ക്ലൈമാക്സുമാണ്. സോ നല്ലൊരു പടം, പോയിരുന്ന് കാണണം. മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ ഇത് വാച്ച് ചെയ്യണം. തിയേറ്ററിൽ വാച്ച് ചെയ്താൽ ആ ഒരു ഫൈറ്റ് ഇടിക്കുമ്പോഴൊക്കെ ഉള്ളൊരു മുഴക്കമില്ലേ, അത് കിട്ടത്തുള്ളൂ.